മീൻ പൊരിച്ച് കഴിക്കുക എന്നുള്ള ആഗ്രഹത്തോടെ വരുമ്പോ ഇവന്മാര് വൃത്തിയുടെ സംസാരം. ദിവസം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മീൻ പിടിക്കാൻ തുടങ്ങി. എവിടെ എവിടെ ടീച്ചറാനിയെ? ഇങ്ങോട്ട് വരെയാണോ? വരട്ടെ. ഈ വലയൊന്നും ഞങ്ങൾക്കുള്ളതൊന്നും അല്ലേ, നമുക്ക് അറിഞ്ഞൂടെ. ഇതെവിടെ നിന്നല്ലേ ഈ വല കിട്ടിയത്? മൂലയ്ക്കുന്നു. ഭാഗ്യത്തിന് കണ്ണൊന്നുമില്ലല്ലേ. വാ വാ, ലൈവ് അല്ലടാ, വ്ളോഗടാ. നീ തൊട്ടിയും കൂടെ കൊണ്ട് താഴെ ഇറക്കിയാണ്ടോ? നീ എൻ്റെ കൂടെ പോയാൽ പോരായിരുന്നോ? ഇവര് കൂടെ ഇറങ്ങിയാൽ പോരായിരുന്നോ? ഇറങ്ങ്. കരിയില് വരിയിട്ടിരിക്കണ കരിയില മറ്റേ മീൻ നോക്കട്ടെ. മീൻ ഇതാ, മീനൊക്കെ പറയും കളയണേ. അല്ലെ മീൻ നോക്കട്ടോ. മാറ്റി പരലാണ് സംഭവം. പൊരിച്ച് കഴിക്കാം അങ്ങനെ പറയുന്നു. പോടല്ല ഇവിടെ ഇങ്ങനെ ഇറങ്ങി എങ്ങനെ അരിക്കാൻ പറ്റണ? പോടാ, താഴെ പിടിക്കാം. ഈ വെണ്ടളക്കാരനുണ്ടല്ലോ, മീൻ പൊരിച്ച് കഴിക്കുക എന്നുള്ള ആഗ്രഹത്തോടെ വരുമ്പോ ഇവന്മാര് വൃത്തിയുടെ സംസാരം. തൊട്ടി, എന്റെ വീട്ടിലെ തൊട്ടിയാണിത്. പോക്ക് നോക്ക്. കിട്ടിയാടാ? പക്ഷെ ഇപ്പൊ അത്യാവശ്യം കിട്ടുന്നുണ്ടല്ലേ. ഒരു വർഷത്തോളം ഇങ്ങനെ ഇറങ്ങാതിരുന്നെ കൊണ്ട് കിട്ടുന്നുണ്ട്. കിട്ടിയായിരുന്ന മീനുണ്ട് കേട്ടോ, അത്യാവശ്യം കൊച്ചി മീനുകളൊക്കെ. അതൊക്കെ അലസേട്ടൻ്റെ വീട്ടിലായിട്ട് പറഞ്ഞോളൂ. വലുത് മാത്രം നമ്മക്കരണേ, ചെറുതോത്ത അലസേട്ടനെ. അയിത്തല്ല, ഫോൺ കയ്യിരിക്കല്ലേ. നിങ്ങൾ തന്നെ ഇട്. കരിയിലേക്ക് വാരിൻ്റെ അകത്തിരിക്കും, മീൻ കിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ കുറച്ച് വെള്ളം വറ്റി തുടങ്ങി. എന്തെങ്കിലും ഒരു 2 വാക്ക് പറഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ സംസാരിച്ചു തുടങ്ങുമല്ലോ. കിട്ടിയ ഇങ്ങോട്ട് വരട്ടെ അലസേട്ടാ. കിട്ടിയ കിട്ടിയില്ല. കിട്ടിയില്ലെന്ന് ഇപ്പൊ അറിയാം. കിട്ടിയില്ലല്ലോ, കൺഗ്രാജുലേഷൻ കേട്ടോ. ഇവർക്ക് രാശിയില്ല, ഇവർ അശ്വതിയിൽ മൂലത്തിൽ. കറക്റ്റായിട്ട് പറയണേ. ഞങ്ങൾ ക്ലാസ്സിലെ ടീച്ചറെ ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് കളിയാക്കിയിട്ടൊക്കെ പോകും. എന്തിനാണ് ക്ലിഞ്ഞോ പ്ലിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ എന്തിനു പറയേ, ഇവിടെ ചാകര കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പൊ സ്രാവ് കിട്ടും. നോക്കിയിരുന്നോ? പോത്താ? അതിനുവേണ്ടി അടച്ചിട്ടേക്കണ കേട്ടോ, വെറുതെ അല്ല ഇത്ര വെള്ളം. ചാടിപ്പോയി അത്, വെറുതെ അല്ല ഇത്ര വെള്ളം. ഇവന്മാരെ പിരിച്ചുവിട്ട് കുറച്ചു നേരം അന്വേഷിക്കുന്നുണ്ട് ഞങ്ങൾ മീൻ പിടിക്കുക. ഇല്ല, ഫോൺ കളഞ്ഞിട്ടാ വരണില്ല. പിന്നെ ഇവിടെ വീഡിയോ പിന്നെ ആരെ എടുക്കും? ഞാൻ വന്ന കുറച്ചു നേരം അന്വേഷിക്കുന്നുണ്ട് ഇവന്മാരെ മാറ്റിയിട്ട്. യോഗ്യതയുള്ളവർ വരിക, ഫിഷിങ്ങിന് താല്പര്യമുള്ളവർ വരിക.
തിരുവാതിര അത് പുതിയ നാളെ തിരുവാതിര. അത് കേക്കണ തിരുവാതിര ഉണ്ടോ? തിരുവോണം അങ്ങനെയൊക്കെ അല്ലേ? തിരുവോണം എന്താടാ? തിരുവോണം എന്താ അങ്ങനത്തെ ഇതേ ഇല്ല ഗൈസ്. ഇവന്റെ തിരുവാതിരയാണ്. അപ്പൊ തിരുവാതിര ചോദ്യം അങ്ങനെ തിരിച്ചോദ്യം. നീയൊക്കെ പോത്തിനെ കുളിപ്പിക്കാൻ വന്നതാ? ഞാൻ ഇറങ്ങല്ലേ ഏട്ടാ. താഴോട്ട് പോകേ, താഴോട്ട് പോയേ ഇത് നിങ്ങൾ കിട്ടത്തുള്ളൂ. ഇവിടെയൊക്കെ എന്തോന്ന് പഞ്ചക്കാട് തേങ്ങ കരിക്ക് കുടിച്ചിരിക്കുന്നു. പന്നിയൊക്കെ ഇപ്പൊ വെട്ടിയാ കുടിക്കണം കരിക്ക്. കിട്ടിയാടാ? മരി ഫുള്ള് ഉടായിപ്പാടെ. മീൻ പിടിക്കാൻ വേണ്ടി വലുതാ കിട്ടിയ എന്നത്തെ മീനുണ്ടോ? കേറി കേറെന്ന് പറയാൻ കമ്പെടുക്കണുണ്ട്. എങ്ങനെ കയറി പോവുന്നത്? നീ മാത്രം കയറിക്കോ. അടുത്ത പോത്തടേ. ഇവിടെ ഈ തോട് മൊത്തം പോത്തേ ഉള്ള. നമ്മൾ പോകുന്ന വഴിക്ക് പാലപ്പൂനെ കണ്ടു. ഇതാണ് ഇവരെ നാട്ടിലെ പാലപ്പൂ. എന്ത് പോവാണ് നിങ്ങൾ കമന്റ് ചെയ്യണം. ഇതാണ് ഇവരെ നാട്ടിലെ പാലപ്പൂ. ചുമ്മാരുന്ന് കാണാനില്ല. കമന്റ് ചെയ്യ്. പൂവെടുത്തെറി. രണ്ട് പോത്തേ. ഇത് രണ്ട് കയറിലാണ് കിട്ടിയിട്ടിരിക്കണത്. അന്നത്തെ കണക്ക് തന്നെ. ചവറെല്ലാം ബെല്ലെടുത്ത് നോക്കും. മീനുണ്ട് ഇതിന്റെ മീനുണ്ട് കേട്ടോ. അതിന്റെ അകത്ത് മീനുണ്ടോ കേട്ടാ? ഇത്രയും ചവറുണ്ട്, ഇതിന്റെ അകത്ത് മീനുണ്ട്. നമ്മൾ നോക്കിയിട്. അതാണ് പറഞ്ഞ നാക്ക് വായിലിട്ട് ഇട്ടതേ ഉള്ളൂ. മീൻ കിട്ടി. ഒരു ഹോമം നടത്തിയിരുന്നത്. ഇത്രയും കൊച്ചു മീനുകളെ നിങ്ങൾ എവിടെ നിന്ന് കിട്ടും? എന്തുമാത്രം കൊച്ചു മീനുകളല്ലേ ഇവർ പിടിച്ച് തറയിടണം. അവിടെ നിന്ന് വന്ന ഒരു ഇതല്ല ഇപ്പൊ ഇവിടെ ഒരു വേറൊരു ഫീല് പോലെ. കരയക്കൂടെ നിങ്ങൾ കരയക്കൂടെ വാ, ഞാൻ വെള്ളത്തിൽ കൂടെ വരാം. അത്ര കുറച്ചുകൂടെ താഴോട്ട്. താഴെ എന്താ കണ്ടത്? കണ്ട നിങ്ങൾ അവിടെ കാണുമായിരുന്നു, വലുതുണ്ടായിരുന്നു. കിട്ടിയാടേ? കിട്ടിയില്ലല്ലോ. കിട്ടിയാ? എൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അത് 150 ml ആണ് കൊടുത്തത്. മീനൊക്കെ എടുത്ത കളയാം. ആൽക്കഹോൾ നോട്ട് അലൗഡ്. നല്ല ആൽക്കഹോൾ തറ 75%. 75%. നമ്മള് നേരത്തെ അടിക്കുന്ന മാട്ടത്താനത്തിന് 70 കാണും. അത് നോക്കാതെ 30-40 ചേച്ചോണ്ട് അടിക്കാം. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നാച്ചുറൽ വെള്ളം, അത് കുടിക്കാൻ, കുളിക്കാൻ. ബോർഡ് എവിടെ? മീനുണ്ടോ എൻ്റെ അത്? വെറുത്തുണ്ടോ? ആ മാനോട് ചോദിച്ചു നോക്കി അറിയാം. പക്ക വയർ ചുറ്റി വെച്ചിരിക്കണ നോക്ക് വയറ്. ഇത് എപ്പ കിട്ടുമെന്നൊരു ഉറപ്പില്ല, പക്ഷെ തൊട്ടിട്ടൊന്നും കിട്ടുന്നില്ല. കിട്ടും. അത് മോട്ടറിന്റെ
മീനും കൊണ്ടൊന്നുമില്ല എന്റെ അത് പോകണ്ട. ഞാൻ പറഞ്ഞപ്പോ എന്നെ കളിയാക്കിയ ഈ വാഴക്കൊക്കെ വെള്ളം. മീൻ കാണോടെ എൻ്റെ അകത്ത് അല്ല പിന്നെ വാഴയ്ക്ക് വേണ്ടിയിട്ട്. അല്ല അവന്മാർക്ക് അവർക്ക് മീൻ വളർത്താൻ ശരിയാണ്. ഇത്രയും വലിയ കുളം കിട്ടിയിട്ട് കറണ്ടുള്ള വള്ളിയിൽ പിടിക്കും. എനിക്ക് കറണ്ട് അടിക്കൂല. ആർക്കെങ്കിലും വീട്ടിൽ കറണ്ടിന്റെ പവർ കയറി വരണമല്ലേ? കിട്ടണമായിരിക്കും. സെറ്റ് ആയിരിക്കും ചേട്ടാ. വാ അപ്പോ ഞാൻ വീട്ടിലുള്ള ഓണാക്കിയതില് ചെറുതായി പിടിച്ചെന്ന് അടിച്ചു ഇങ്ങോട്ട്. അല്ല വയറിങ് പഠിച്ചല്ലേ. ഏറ്റവും പേട് മറ്റേ 11 kV അത് പോയാലും പിടിച്ച കഴിഞ്ഞു. എവിടെ പോണേ? 2-3 വാഴ വലിച്ചിരിക്കണുണ്ടോ? സെറ്റ് തന്നെ. ഒരു പ്രത്യേക രസമല്ലേ ഇവിടെ നിന്നപ്പോ? ഒരു പഴയ ഒരു സെറ്റപ്പ്, ഒരു പഴയ ഫീൽ കിട്ടുന്നില്ല ഇവിടെ നിന്നപ്പോ. ഇവിടെ അടിച്ചിട്ട് പോകണല്ലേ. ഇവിടെ ഈ കല്ലെടുക്ക് റൗണ്ട് സിനി എന്തിനാണ് അങ്ങോട്ട് ടൈം വെച്ചിട്ട് അങ്ങോട്ട് ഞാനും